ഏറ്റവും സുരക്ഷിതമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. പോഷ് ആക്ട് പോലത്തെ ആക്ടുകൾ ഉണ്ടായിട്ട് പോലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഫിസിക്കൽ വയലൻസ്, സെക്ഷൽ വയലൻസ് എക്സെട്ര നിലനിൽക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി. ഇറ്റ്സ് സിംപ്ലി ഗൂഗിൾ ഡേറ്റ. ഒരിക്കലും ഈ ഇൻഡസ്ട്രി മോശമൊന്നും ഞാൻ പറയില്ല കേട്ടോ, എന്റെ അനുഭവം വെച്ച്. ആൻഡ് പ്രോബ്ലമാറ്റിക് പാർട്ടീസ് എൻ്റെ അനുഭവം. ഫുഡ് റിവ്യൂ, കസ്റ്റമർ റിവ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാകും. ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഇത്രയധികം മീറ്റു അലിഗേഷൻസ്, കേസസ് ഒക്കെ വന്നതിന് ശേഷവും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം സംസാരിക്കരുത് ഈസ് സോ മച്ച് ക്രൂവൽ ആൻഡ് ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് എമ്പത്തി. എൻ്റെ കൂടെ അച്ഛനോ അമ്മയോ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏത് ജോലിയിൽ കൊണ്ടുപോകാൻ പറ്റും? ഈ ഇൻഡസ്ട്രിയിൽ, ഈ ഒരു ജോലിയിൽ അച്ഛനെയോ അമ്മയോ കൂടെ കൊണ്ടുപോകാൻ പറ്റും, ഈ അറ്റ്ലീസ്റ്റ് ഒരു ആയെ കൊണ്ടുപോകാൻ പറ്റും. And the most funny thing is that she contradicted herself. 100% സേഫ് ആണെങ്കിൽ അവിടെ പ്രിക്വേഷനായിട്ട് ഗാർഡിയൻസിനെ കൊണ്ടുപോകേണ്ട അവസ്ഥ വരില്ല. ഇഫ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് there is potential threat. That's it. She contradicted herself. അങ്ങനെ ഒരു സൗകര്യം ഏതൊരു ജോലിക്കുണ്ട്? സൗകര്യം, ഇറ്റ്സ് നോട്ട് സൗകര്യം, ഇറ്റ്സ് ഫിയർ ഓഫ് പൊട്ടൻഷ്യൽ ത്രെറ്റ്. അതെ, ആർക്കും നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് നിർബന്ധമായി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഒരിടത്ത് പോണെങ്കിൽ അത് എന്റെ തീരുമാനമായിരിക്കും. Absolutely no. There are cruel instances of coercion, manipulation, aggression, emotional blackmailing, kidnapping. അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ? അത്രയും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ആരുടെ കുഴപ്പമാണ്? അത് അബ്യൂസേഴ്സിന്റെ I forgot. Victim blaming works the opposite.